പൊട്ടിപ്പൊളിഞ്ഞ ആലുവ പെരുമ്പാവൂർ റോഡ് നന്നാക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കൂട്ടമശ്ശേരിയിൽ നടന്ന ഉപരോധത്തെ തുടർന്ന് വാഹന ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. പെരുമ്പാവൂർ ആലുവ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അതിനിടയിൽ ഈ റോഡ് തങ്ങളുടേതല്ല എന്നുള്ളതാണ് PWD പറയുന്നത്. ഇത് ജലവിഭവ വകുപ്പിന്റെ പരിപാലിക്കേണ്ട റോഡാണ്, അവിടെ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് റോഡ് ഉപരോധിച്ചത്. വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉപരോധമായിരുന്നു അവർ നടത്തിയിരുന്നത്. ജൽജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ റോഡ് മുഴുവൻ തകർന്നത്. രണ്ടാമത്തത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിച്ചു, അതിന് ആനുപാതികമായി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തണ്ടേ? സംസ്ഥാന സർക്കാരിന്റെ പണമില്ലാത്തത് കൊണ്ട് ഈ പദ്ധതികൾ റോഡ് പ്രവർത്തനങ്ങൾ നടത്താനൊന്നും പണമില്ലാത്തത് കൊണ്ട് ഇതെല്ലാം വൈകുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് PWD റോഡ് PWD ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് കുത്തി വയ്ക്കുന്നത്. ഈ റോഡ് ഞങ്ങളുടെ റോഡല്ല, ഞങ്ങളല്ല ഇതിന്റെ കുറ്റക്കാര് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ റോഡ്. അവരാണ് ഈ പണി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിന് എന്താ ജോലി? പൊതുമരാമത്ത് വകുപ്പ് പിരിച്ചുവിട്ടാവുന്നില്ലേ? മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മന്ത്രി എന്തിനാ ഈ നാട്ടില്? നിങ്ങൾ ഉപരോധ സമരം നടത്തി, ഇനിയും പ്രശ്നപരിഹാരമായില്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആണ്. നേരത്തെ നോട്ടീസ് നൽകി 1 ദിവസക്കാലം കുടില് കെട്ടി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത് പണിയുന്നത് വരെ നിരന്തരമായി ഈ സമരം മുന്നോട്ട് പോകും. ഇവിടെ ഓട്ടോ തൊഴിലാളികളൊക്കെ ഉണ്ട്, അവരോടും കൂടെ ചോദിക്കാം ഇതിന്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. കുറെ നാളായാലും അങ്ങനെ കിടക്കുന്നത്. അത് പലപ്പോഴും അവർ പാച്ച് വർക്ക് ചെയ്തെങ്കിലും അത് നിൽക്കുന്നില്ല, ആ മഴ ആയതുകൊണ്ട്. PWD വകുപ്പ് പറയുന്നത് ഞങ്ങളുടെ റോഡല്ലെന്നുള്ളതാണ് പറയുന്നത്. അവരെ റോഡല്ലെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെന്ത് പറയാനത് സാറേ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വണ്ടി ഓടാൻ പോകാൻ തന്നെ പോകാറില്ല ഞങ്ങൾ. ഈ റോഡിൽ നിരവധി വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്നതാണ്. മൂന്നാറിലേക്ക് പോകുന്ന ആളുകൾ ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് ശക്തമായ സമരവുമായി 1 ദിവസം റോഡ് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കുടിൽ കെട്ടി സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജോയ്സിയാനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.